നിങ്ങളുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് കരുതുക. ആ ബോളിൽ നിങ്ങൾ തൊടുമ്പോൾ ആ ബോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതൊരു ഖരരൂപത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ളതാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ തൊടുന്നു. ആ വ്യക്തിയുടെ കൈ തൊടുമ്പോൾ ആ കൈയിലെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ബോളിനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ തൊടുന്നില്ല. നിങ്ങൾ ഇവിടെയുള്ള ഒരു വസ്തുവിനെയും തൊടുന്നില്ല. വസ്തു എന്ന് പറയുന്നത് പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെയും നിങ്ങൾ തൊടുന്നില്ല. ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവുണ്ട്. ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വസ്തു. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം ആറ്റമാണ്. ആറ്റങ്ങളുടെ കോടാനുകോടി ആറ്റങ്ങളുടെ കോമ്പിനേഷനാണ് ഓരോ വസ്തുക്കളും. ആ ആറ്റങ്ങളുടെ ഉള്ളിൽ ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണുകൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിനെന്ത് രൂപമാണ്? മിക്ക ആളുകളും പറയുക അതിന് ഏകദേശം വളരെ വളരെ ചെറിയ ഒരു പന്തിൻ്റെ രൂപമായിരിക്കുമെന്നാണ്. ആ പന്ത് എന്തിനു ചുറ്റുമാണ് കറങ്ങുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. അവയ്ക്ക് എന്ത് രൂപമാണ്? ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് അതിനും ഏതാണ്ട് ഒരു പന്തിൻ്റെ രൂപം തന്നെയാണുള്ളത്. ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇത് അപ്പാടെ തെറ്റാണ്. ശരിക്കും അങ്ങനൊരു ഇലക്ട്രോൺ എന്ന ഒരു പാർട്ടിക്കിളില്ല. ന്യൂക്ലിയസ് എന്ന ഒരു പാർട്ടിക്കിളില്ല. ആ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണും പ്രോട്ടോണുമില്ല. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ആ പന്തിനെ തൊടാൻ പറ്റി? അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കയ്യിൽ ഒന്ന് തൊടാൻ പറ്റി? അതൊന്നും പാർട്ടിക്കിളല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു മിഥ്യാലോകത്തിലാണോ? നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. തിരമാലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് മനോഹരമായിട്ടുള്ള കടൽ തീരത്തെ കടലിൻ്റെ തിരമാലകളെക്കുറിച്ചാണ്. ആ തിരമാലകളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഓരോ തിരയും കാണുന്നുണ്ട്. കരയിലേക്ക് ഓരോ തിരയും വന്ന് അടിച്ച് അത് തിരികെ പോകുന്നുണ്ട്. പക്ഷേ ജലം ശരിക്കും ആഴക്കടലിൽ നിന്ന് സഞ്ചരിച്ച് ഇങ്ങ് കര വരെ എത്തുന്നുണ്ടോ? ഇല്ല. ജലം അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ജലത്തിലൂടെ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു പാരേഡ് ഉണ്ടാകുന്നുണ്ട്. ആ പാരേഡാണ് സഞ്ചരിച്ച് ഒടുവിൽ ഒരു തിരമാലയുടെ രൂപത്തിൽ കരയിൽ വന്ന് ആർത്തടിച്ച് തിരികെ മടങ്ങിപ്പോകുന്നത്. നമുക്ക് പ്രാചീന ഗ്രീസിലേക്ക് പോകാം. ആ ഗ്രീസിൽ പ്രാചീന കാലഘട്ടത്തിലെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളൊരു ചീസ് എടുക്കുക. ആ ചീസിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ആ ചെറിയ കഷ്ണങ്ങളെ പിന്നെയും ചെറുതാക്കുക. അവയെ പിന്നെയും ചെറുതാക്കുക. അങ്ങനെ ചെറുതാക്കി പോയി കഴിഞ്ഞാൽ ചെറുതാക്കാൻ പറ്റാത്തത്ര ചെറിയൊരവസ്ഥയിലേക്ക് ആ ചീസ് മാറും. അതിനെ അവർ ആറ്റ്മോസ് എന്ന് വിളിച്ചു. കട്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ പിന്നെയും മുറിച്ചു മാറ്റാൻ പറ്റാത്തതെന്നർത്ഥം. ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സകലമാന വസ്തുക്കളും മുറിച്ചു മാറ്റാൻ പറ്റാത്തത്ര വളരെ നേർത്ത വളരെ ചെറിയ വസ്തുക്കൾ അടുക്കി വെച്ചുണ്ടാക്കിയതാണെന്ന് ഗ്രീസുകാർ പ്രപ്പോസ് ചെയ്തു. മണൽത്തരിയില്ലേ? ആ മണൽത്തരിയേക്കാൾ വളരെ വളരെ ചെറുത്. കണ്ണുകൊണ്ട് ശരിക്കും ഒന്ന് കാണാൻ പോലും പറ്റാത്തത്ര ചെറുത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് 1897 ജെ തോംസൺ എന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാര്യം പ്രപ്പോസ് ചെയ്തു. ഇവിടെ വളരെ വളരെ നേർത്ത വലിപ്പമുള്ള ചാർജുള്ള നെഗറ്റീവ് ചാർജുള്ള ഒരു പദാർത്ഥമുണ്ട്, ഇലക്ട്രോൺ. അത് നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിന്നീടാണ് റൂദർഫോർഡ് പറഞ്ഞത് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എല്ലാം മധ്യഭാഗത്തായിട്ട് ന്യൂക്ലിയസ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞായിരുന്നു സോളാർ സിസ്റ്റം മോഡലിൻ്റെ കടന്നുവരവ്. സോളാർ സിസ്റ്റം നമുക്കറിയാം. സൂര്യൻ നടുക്ക് നിൽക്കുന്നു. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. പിന്നെ ആ ഗ്രഹങ്ങളെ വലംവയ്ക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്, ആസ്ട്രോയിഡുകളുണ്ട്, കോമറ്റുകളുണ്ട്. അതെല്ലാം നമ്മുടെ സൂര്യനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആറ്റങ്ങളും അങ്ങനെയാണെന്നാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. മധ്യഭാഗത്തായിട്ട് ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ. പക്ഷേ അത് തീർത്തും തെറ്റാണ്. അങ്ങനൊരു മോഡലേ ഇല്ല. ആറ്റം അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ കാലഘട്ടത്തിലും പല ആളുകളും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇലക്ട്രോൺ ഒരു ബോളായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം ഉണ്ടാകില്ല. ഈ വീഡിയോ ചെയ്യാൻ ഞാനുണ്ടാകില്ല. ഇത് കാണാൻ നിങ്ങളുണ്ടാകില്ല. ഇവിടെയുള്ള ഒരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്തിന് ആറ്റങ്ങൾ പോലും ഉണ്ടായിരിക്കില്ല.
കാരണം അങ്ങനെ ബോളിൻ്റെ രൂപത്തിലുള്ള ഇലക്ട്രോൺ ശരിക്കും മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിൽ വന്ന് ഇടിച്ചിറങ്ങിയേനെ. അതായത് ഒരിക്കലും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങില്ല, അങ്ങനൊരു രൂപമേ ഉണ്ടാകില്ല. അതായത് ആറ്റം ഉണ്ടാകില്ല. ആറ്റം ഇല്ലെങ്കിൽ ആ ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മളുമില്ലല്ലോ. 1920കളുടെ മധ്യത്തിൽ ഹൈസൻബർഗ്, ഷ്രോഡിംഗർ, ഡൈറാക് ഇവർ ഒരു പുതിയ സബ്ജക്റ്റ് തന്നെ, ഒരു പുതിയ സ്റ്റഡി ഫീൽഡ് തന്നെ ഉണ്ടാക്കി, ക്വാണ്ടം മെക്കാനിസം. ഈ ക്വാണ്ടം മെക്കാനിസം വളരെ വിചിത്രമാണ്. നമ്മുടെ യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത്. പക്ഷേ അതെല്ലാം ആണെന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വസ്തുത. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇലക്ട്രോൺ ഒരു ബോളല്ല. ആ ബോൾ കൃത്യമായിട്ട് എവിടെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ശരിക്കും ഒരു തരംഗമാണ്. ആ തരംഗത്തെ നമുക്ക് കടലിലെ തരംഗമായിട്ട് അല്ലെങ്കിൽ വേവായിട്ട് പറയാൻ സാധിക്കില്ല. രണ്ടും തീർത്തും വ്യത്യസ്തമാണ്. ഇലക്ട്രോൺ തരംഗമാണെന്ന് പറയുന്നത് പ്രോബബിലിറ്റിയുടെ അല്ലെങ്കിൽ സാധ്യതയുടെ ഒരു തരംഗമായിട്ടാണ്. ആ തരംഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമുണ്ടല്ലോ, ആ ഉയർന്ന ഭാഗത്തായിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ഉണ്ടാവാനുള്ള, ആ സ്ഥലത്ത് ഇലക്ട്രോൺ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. അതങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ വരും. അതായത് ഇലക്ട്രോൺ കൃത്യമായിട്ട് എവിടെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് അനന്തമായിട്ടുള്ള സാധ്യതകളാണുള്ളത്. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമായിട്ട് ഉണ്ടാകും. പക്ഷേ നമ്മളത് മെഷർ ചെയ്യാൻ നോക്കുമ്പോൾ, അത് കൃത്യമായിട്ട് എവിടെയാണെന്ന് പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ വേവ് അങ്ങില്ലാതെയാകും. പരിശോധിക്കുന്ന സമയത്ത് ആ ഇലക്ട്രോണിൻ്റെ സ്ഥാനം നമുക്ക് കിട്ടും. പക്ഷേ ഇതെങ്ങനെയാണ് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്? ആ ഇലക്ട്രോണിൻ്റെ സ്ഥാനം അവിടെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ നോക്കുമ്പോൾ അതിനെ കാണുന്നുവെന്ന് മാത്രം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് മാത്രം. അതിനു മുമ്പ് ഈ അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ടെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അത് വെറും ഊഹം മാത്രമല്ലേ. കാൾ സാഗൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്. ഇത്തരത്തിൽ ക്വാണ്ടം ഫിസിക്സിനെ, ക്വാണ്ടം മെക്കാനിക്സിനെ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് സമയം വേണം. ആദ്യം ആ സാധാരണക്കാരന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ലീനിയർ ആൾജിബ്ര അറിയാൻ സാധിക്കണം, കാൽക്കുലസ് അറിയാൻ സാധിക്കണം, ഫിസിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിയാൻ സാധിക്കണം. അതെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും ഏകദേശം ഒരു 10-15 വർഷം പിന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായിട്ട് എത്ര വർഷം കൊണ്ട് പഠിച്ചു തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് പഠിച്ചതിന് ശേഷം ക്വാണ്ടം മെക്കാനിക്സിലെ സമവാക്യത്തിലൂടെ ഈ തരംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേവ് ഇക്വേഷനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ കാലഘട്ടത്തിലും ഇലക്ട്രോൺ ഒരു മാറ്റർ അല്ലെന്ന് പറയുന്നേയില്ല. പ്രോട്ടോണും മാറ്റർ അല്ലെന്ന് പറയുന്നില്ല, ന്യൂട്രോണും മാറ്റർ അല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ മാറ്റർ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പന്ത് പോലുള്ള ഒരു വസ്തുവല്ല. അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വാണ്ടം ഒബ്ജക്റ്റാണ്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ കടന്നുവരവ്. റിച്ചാർഡ് ഫൈൻമാനൊക്കെ ക്വാണ്ടം ഫീൽഡ് തിയറിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഫീൽഡ് തിയറി അനുസരിച്ച് ഇവിടെയുള്ള മാറ്റേഴ്സ് ഒന്നും മാറ്ററേ അല്ല. ഇലക്ട്രോൺ മാറ്റർ അല്ല, പ്രോട്ടോൺ മാറ്റർ അല്ല, ന്യൂട്രോൺ മാറ്റർ അല്ല. അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടെയുള്ള ഒരു വസ്തുക്കളും ശരിക്കും മാറ്ററേ അല്ല. ഇതെല്ലാം ഫീൽഡ് മാത്രമാണ്. ഇവിടെ ഇലക്ട്രോണിന് കാരണമാകുന്ന ഇലക്ട്രോൺ ഫീൽഡുണ്ട്, പ്രോട്ടോണിനും ന്യൂട്രോണിനും കാരണമാകുന്ന ക്വാർക്ക് ഫീൽഡുണ്ട്. കാരണം പ്രോട്ടോണും ന്യൂട്രോണും ക്വാർക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ക്വാർക്കാണ്. അപ്പോൾ ക്വാർക്കിൻ്റെ ഫീൽഡുണ്ട്. പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശവും ഒരു മാറ്റർ അല്ല, പ്രകാശവും ഫീൽഡ് തന്നെയാണ്. പ്രകാശത്തിൻ്റെ കാരണമാകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് മാത്രമല്ല, എക്സ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. അതുപോലെ ഗാമ റേസ് ഉണ്ട്, റേഡിയോ തരംഗങ്ങളുണ്ട്. അതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ്. ഓക്കെ, ബ്രൈറ്റ് കെയർ ലൈറ്റ്, അതെല്ലാം ഫീൽഡ് തന്നെ, ഞങ്ങളത് സമ്മതിച്ചു തരാം. പക്ഷേ എന്താണ് ഈ ഫീൽഡ്? ഫീൽഡ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. ടെമ്പറേച്ചർ. എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചറാണോ ഉള്ളത്? ഒരു ഉദാഹരണത്തിന് ക്യാമ്പ് ഫയർ എടുക്കാം. ഇപ്പം മധ്യഭാഗത്ത് വെളിയിൽ നമ്മൾ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്, വിറകൊക്കെ അടുക്കി വെച്ചിട്ട്.
ആ വിറകൊക്കെ അടുക്കി വെച്ച് ആ തീ കത്തുന്നതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലെ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ ആയിരിക്കുമോ അവിടുന്ന് അല്പം മാറിയുള്ള ഒരു പ്രദേശത്തുള്ള ടെമ്പറേച്ചർ? ഓരോ പോയിൻറ്റിലുള്ള ടെമ്പറേച്ചറും വ്യത്യാസമാണ്. അതായത് അതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചറുകളെല്ലാം ഒരു ഫീൽഡാണ്. ഓരോ പോയിൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഉള്ള ഫീൽഡ്. ആ ക്യാമ്പ് ഫയറിന് ചുറ്റും മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ്. കാരണം പ്രപഞ്ചം മുഴുവനും ടെമ്പറേച്ചറുണ്ട്. വളരെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളുണ്ട്, വളരെ വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. അവിടെയെല്ലാം ഫീൽഡാണ്, അവിടെയെല്ലാം ടെമ്പറേച്ചറിൻ്റെ ഫീൽഡാണ്. കാരണം ടെമ്പറേച്ചറിനെല്ലാം ഓരോ പോയിൻറ്റിലും ഓരോരോ വാല്യൂ ഉണ്ട്. അതാണ് ഫീൽഡ്. ടെമ്പറേച്ചറിന് മാത്രമല്ല ഇങ്ങനെ ഫീൽഡ് ഉള്ളത്. ഇലക്ട്രോണിന് ഫീൽഡുണ്ട്. ഇലക്ട്രോണിൻ്റെ ഫീൽഡ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ ചുറ്റുപാടുമുള്ള ഇലക്ട്രോൺ ഫീൽഡിലെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം അത് വ്യത്യസ്തമാണെന്ന് മാത്രം. ഒരുപാട് ഇലക്ട്രോൺസ് കൂടി നിൽക്കുന്ന പ്രദേശത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺ ഫീൽഡ് വളരെയധികം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ആറ്റങ്ങൾ ഉള്ള ഒരു പ്രദേശത്തുള്ള ഇലക്ട്രോണിൻ്റെ ഫീൽഡ് അത് കുറേ കൂടെ തീവ്രമായിരിക്കും. എന്നാൽ കുറച്ച് സബാറ്റോമിക് പാർട്ടിക്കിൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ശൂന്യാകാശത്തിൻ്റെ ഭാഗം, അവിടെയുള്ള ഇലക്ട്രോണിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവായിരിക്കും. ഇലക്ട്രോണിൻ്റെ ഫീൽഡുകൾ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ക്വാർക്കിൻ്റെ ഫീൽഡുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുണ്ട്, പിന്നെ ഹിഗ്സ് ഫീൽഡുണ്ട്. അത് ഞാൻ ഇപ്പം പറയുന്നില്ല, അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം. കാരണം അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഹിഗ്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഹിഗ്സ് ബോസോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാകും. എന്നാൽ മിക്ക ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ അത് ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവഗണം എന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. കാരണം ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല. അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഫീൽഡാണ്. ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന വേറൊരു ഫീൽഡ്. ഫീൽഡിനെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി വളരെ സിമ്പിളായിട്ടൊന്ന് പറയാം. സ്പേസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേജിലെ അഭിനേതാക്കളാണ് ഫീൽഡുകൾ. ഇലക്ട്രോണിൻ്റെ ഫീൽഡുകൾ, ക്വാർക്കിൻ്റെ ഫീൽഡുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ. ഫീൽഡ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇലക്ട്രോൺ ഉണ്ടെന്നല്ല, അവിടെ പ്രോട്ടോൺ ഉണ്ടെന്നല്ല, ന്യൂട്രോൺ ഉണ്ടെന്നല്ല. ഫീൽഡ് എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ അവിടെ ഉണ്ടാകും. അവിടെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതായത് ഒരു ചെറിയ തിര അവിടെ ഉണ്ടാകും. ആ തിര അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പാർട്ടിക്കിളുണ്ട്. ഒന്നെങ്കിൽ ഒരു പ്രോട്ടോൺ ആകാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ആകാം, അതുമല്ലെങ്കിൽ ഒരു ഫോട്ടോൺ, പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമാകാം. പക്ഷേ ആ ഒരു ഫ്ലക്ച്വേഷൻ, ആ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഇല്ലാതെയാകാം. അവിടെ അത് ഇല്ലാതെയാകുമ്പോൾ അവിടെ ഒരു പാർട്ടിക്കിളുമില്ല, ഇലക്ട്രോണുമില്ല, പ്രോട്ടോണുമില്ല, ഒന്നുമില്ല. എനിക്കറിയാം ഞാൻ പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മാർഗമുണ്ട്, കുറച്ചുകൂടെ എളുപ്പമാക്കാം. ഒരു അനാലജി കൂടെ ഞാൻ പറയാം. ഞാനൊരു അപ്പർ കുട്ടനാട് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരുപാട് പാടശേഖരങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ പാടശേഖരങ്ങളൊന്നും കൃഷിയൊന്നും നടക്കാതെ വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പാടശേഖരങ്ങൾ കാണാം. അവിടെ കൊയ്യാൻ കാത്തു കിടക്കുന്ന കതിരുകൾ, നെൽക്കതിരുകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ പാഡി ഫീൽഡ് നമുക്ക് കാണാം. ആ പാഡി ഫീൽഡിൽ ശക്തമായിട്ടൊരു കാറ്റടിക്കുകയാണെങ്കിലോ, അങ്ങനെ കാറ്റടിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ പാഡി ഫീൽഡിലുള്ള ഓരോ നെൽക്കതിരുകളും ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ അത് ചലിക്കുമ്പോൾ ആ ചലനം ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗമല്ലേ? പാഡി ഫീൽഡിൻ്റെ വേവ് അതൊരു തരംഗമാണ്. പക്ഷേ ആ പാഡി ഫീൽഡ് അവിടെ ഇല്ലാതെ അവിടെ പാഡി ഫീൽഡിൻ്റെ വേവ് ഉണ്ടോ? അതായത് അവിടെ നെൽച്ചെടികളില്ലാതെ നെൽച്ചെടികളുടെ തരംഗമുണ്ടോ? ഒരിക്കലുമില്ല. ആ നെൽച്ചെടികളെന്ന് പറയുന്നത് ഫീൽഡാണ്. ആ ഫീൽഡ് അവിടെ ഉണ്ട്. അതില്ലെങ്കിൽ ഒരിക്കലും അവിടെ വേവില്ല, പാഡി ഫീൽഡ് വേവില്ല. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഫീൽഡുകളുടെ കാര്യവും. ഇലക്ട്രോണിൻ്റെ ഫീൽഡ് എടുക്കാം. ഇലക്ട്രോണിൻ്റെ ഫീൽഡ് അവിടെ ഇല്ലെങ്കിൽ ഒരിക്കലും അവിടെ വേവ് ഉണ്ടാകില്ല, ഇലക്ട്രോണിൻ്റെ വേവ് ഉണ്ടാകില്ല. ഇലക്ട്രോണിൻ്റെ വേവ് എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഫീൽഡിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ഇലക്ട്രോണിനെ കാണാൻ കഴിയില്ല. ഇവിടെ ഞാൻ ശരിക്കും കെയർഫുൾ ആകണം. കാരണം ആളുകൾ എൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ആളുകൾ പറയും ഈ വസ്തുക്കളൊക്കെ ഇല്യൂഷനാണ്. കാരണം അതൊക്കെ വെറും ഫീൽഡ് മാത്രമാണ്, അവിടെ വരുന്ന തിരകൾ മാത്രമാണ്. തിരയില്ലെങ്കിൽ അതൊന്നുമില്ല.
അതായത് ഞാനൊരു ഇല്യൂഷനാണ്, നിങ്ങളൊരു ഇല്യൂഷനാണ്, ഇവിടെ കാണുന്ന സകലതും ഇല്യൂഷൻ മാത്രമാണ്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി, അത് വലിയ തെറ്റാണ്. ക്വാണ്ടം ഫിസിക്സിൽ അങ്ങനൊന്നില്ല. ഇതൊരു ഇല്യൂഷനേ അല്ല, അത് യാഥാർത്ഥ്യമാണ്. ഫീൽഡ് എല്ലായിടത്തുമുണ്ട്. ആ ഫീൽഡിൽ ഒരു ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു തിര വന്നു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിളുണ്ട്. ആ പാർട്ടിക്കിൾ റിയലാണ്. ആ പാർട്ടിക്കിളിന് അവിടെ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജമാണ് അതിൻ്റെ ഉയർന്ന വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്ച്വേഷനായിട്ട് മാറുന്നത്. ടെമ്പറേച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, തീയുടെ വളരെ അടുത്തേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്. ആ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇല്യൂഷനല്ല. ശരിക്കും അതിൻ്റെ ഊർജ്ജം അവിടെ അടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ ആ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അതും റിയൽ തന്നെയാണ്. ആ ടെമ്പറേച്ചർ കുറഞ്ഞ അളവിൽ അവിടെ ഉണ്ട്. ആ ഊർജ്ജം അവിടെ ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ, ഇലക്ട്രോൺ ഫീൽഡിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം അവിടെ അടങ്ങിയിട്ടുണ്ട്. ആ ഊർജ്ജം ക്വാണ്ടമായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. എന്താണ് ശരിക്കും ക്വാണ്ടം? നമ്മൾ ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയാറുണ്ട്. ശരിക്കും ഈ ക്വാണ്ടത്തിൻ്റെ അർത്ഥം എന്താണ്? ക്വാണ്ടത്തിൻ്റെ അർത്ഥം അത് ശരിക്കും ഒരു പാക്കറ്റ് എന്നാണ്. ഫോട്ടോൺ നമ്മൾ പറയുമല്ലോ, പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം. അങ്ങനെ അനവധി ഫോട്ടോൺസ് കൂടിച്ചേരുന്നതാണ് പ്രകാശം. അപ്പോൾ ആ ബേസിക്കായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ക്വാണ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഒരു 5.5 ഫോട്ടോൺസിന് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 3.5 ഇലക്ട്രോണിന് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് അത് തരംഗമാണ്. ആ തരംഗത്തിന് കൃത്യമായിട്ടുള്ള ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം ഒരു അളവ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയുകയോ കൂടുകയോ ചെയ്യില്ല. അതെപ്പോഴും കൃത്യമായിരിക്കും. ആ കൃത്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഒരു ക്വാണ്ടം എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ ഒരു ക്വാണ്ടം. 5 ഇലക്ട്രോൺ ഉണ്ടാകും, പക്ഷേ ഒരിക്കലും 5.5 ഇലക്ട്രോൺ ഒരിക്കലും നിലനിൽക്കില്ല. പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണിലും സ്ട്രിങ്ങുകൾ അല്ലെങ്കിൽ ചരടുകളുണ്ട്. ആ ചരടുകളാണ് ഫീൽഡുകൾ. അത് ചില ഭാഗത്തൊക്കെ കാര്യമായിട്ട് തിരയൊന്നുമില്ലാതെ നിശ്ചലമായിട്ട് കിടക്കും. എന്നാൽ ചില ഭാഗങ്ങളിൽ അവിടെ തരംഗങ്ങൾ ഉണ്ടാകും. ഇലക്ട്രോണിൻ്റെ തരംഗങ്ങൾ, ക്വാർട്സിൻ്റെ തരംഗങ്ങൾ, ഫോട്ടോൺസിൻ്റെ തരംഗങ്ങൾ. നമ്മൾ സ്കൂളിൽ ഇലക്ട്രോൺ ഡ്യുവാലിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +1 +2 കാലഘട്ടത്തിലാണ്. ഇലക്ട്രോൺ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ 2 സ്വഭാവമാണ്. ഇലക്ട്രോണിന് തരംഗ സ്വഭാവമുണ്ട്, പാർട്ടിക്കിൾ സ്വഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ തെറ്റാകേണ്ടതല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞാണ് ശരി. നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഇലക്ട്രോണിൻ്റെ ഡ്യുവാലിറ്റി ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. ഇലക്ട്രോൺ കുറച്ച് നേരം ഒരു പാർട്ടിക്കിളിനെ പോലെ പെരുമാറുന്നു, കുറച്ച് നേരം ഒരു വേവിനെ പോലെ പെരുമാറുന്നു, അങ്ങനെയൊന്നുമില്ല. ഇലക്ട്രോൺ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളേ അല്ല. അവിടെ ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. ആ ഫ്ലക്ച്വേഷൻ നടക്കുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ എന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ക്വാണ്ടം കാരണം ഉണ്ടാകുന്ന ഒരു പ്രതീതി. അതായത് ഇലക്ട്രോൺ സ്വിച്ച് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും പോലെയല്ല പ്രവർത്തിക്കുന്നത്. സ്വിച്ച് ഓൺ ആക്കി, എന്നാൽ ഞാൻ കുറച്ച് നേരം ഒരു പാർട്ടിക്കിളിനെ പോലെ പെരുമാറാം. സ്വിച്ച് ഇപ്പോൾ ഓഫാണ്, അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു തരംഗത്തെ പോലെ പെരുമാറാം. അങ്ങനെയൊന്നും ഇലക്ട്രോൺ പെരുമാറുന്നില്ല. പ്രപഞ്ചത്തിലുള്ള സകല ഇലക്ട്രോണും ഒരേ സ്വഭാവമാണ്. അതെല്ലാം ഒരുപോലെ തന്നെയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇടത് കണ്ണിൽ അടങ്ങിയിരിക്കുന്ന, ഇടത് കണ്ണിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്, അതിലൊരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അതിലെ ഒരു ഇലക്ട്രോണിനെ നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾ ഒരു 10 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ല താപനിലയുള്ള ഒരു ഇലക്ട്രോണിനെ എടുക്കുക. ഈ 2 ഇലക്ട്രോണിൻ്റെയും ക്യാരക്ടേഴ്സ് ഒന്നാണ്. അതിൻ്റെ മാസ് ഒന്നാണ്, അതിൻ്റെ മൊമെൻറ്റം ഒന്നാണ്, അതിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ട്രോണിനെയും ആരും കണ്ടെത്തിയിട്ടില്ല. തീർത്തും വ്യത്യാസമെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റാണ്. ഒരു നേർത്ത വ്യത്യാസം പോലുമുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോണിനെ ആരും കണ്ടിട്ടില്ല. ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏകദേശം ഒരു ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ രൂപമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സകല ഇലക്ട്രോണുകൾക്കും ഒരേപോലുള്ള രൂപമായിരിക്കും, കൃത്യം ഒരുപോലെയുള്ള പന്തുകളായിരിക്കും. പക്ഷേ അങ്ങനെ കൃത്യമായിട്ടുള്ള പന്തുകളാണ് ഉള്ളതെങ്കിൽ ആ പന്തുകളെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരിക്കണം. ഒരേ മെഷീൻ തന്നെ ഉണ്ടാക്കുന്ന യഥാർത്ഥ ബോളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു പ്ലാസ്റ്റിക് ബോളിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ മെഷീൻ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോളുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
ആ പ്ലാസ്റ്റിക് ബോളുകളെല്ലാം ഒരുപോലെ ആയിരിക്കും, ഒരേ നിറമായിരിക്കും, ഒരേ വലിപ്പമായിരിക്കും, ഒരേ മാസമായിരിക്കും. അങ്ങനെയുള്ള ബോളുകളെ ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെഷീൻ അവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള ഒരു മെഷീനുമില്ല. അങ്ങനൊരു മെഷീനുമില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബോളുകൾ ഉണ്ടായത്? അങ്ങനൊരു ബോളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ ഞാൻ പലകുറി ആവർത്തിച്ച് പറഞ്ഞ ഫീൽഡിലുണ്ടാകുന്ന തരംഗം മാത്രമാണ്. തരംഗം മാത്രമേ ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊരിക്കലും അവിടെ നിലനിൽക്കില്ല. നിങ്ങൾ ഒരു വാക്യൂം സ്പേസ് ചിന്തിക്കുക. ആ വാക്യൂം സ്പേസിൽ ഇലക്ട്രോൺസ് ഇല്ല, പ്രോട്ടോൺസ് ഇല്ല, സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഇല്ല, അവിടെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫോട്ടോൺസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ അവിടെ എല്ലാ ഫീൽഡുമുണ്ട്. പക്ഷേ ആ ഫീൽഡിലൊന്നും കാര്യമായിട്ട് ഒരു ഫ്ലക്ച്വേഷൻ ഇല്ല, അല്ലെങ്കിൽ തിരകളില്ലെന്ന് മാത്രം. ഇലക്ട്രോണിന് കാരണമായിട്ടുള്ള ഫീൽഡുണ്ട്, ക്വാർക്കുകളുടെ ഫീൽഡുണ്ട്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമുണ്ട്. റിലേറ്റിവിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു വേർഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഫീൽഡിലുള്ള ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ആ വാല്യൂ കണ്ടുപിടിക്കുന്ന അതേ സമയത്ത് തന്നെ ആ വാല്യൂവിലുണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ആ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ആ സമയത്ത് തന്നെയുള്ള അതിൻ്റെ മൊമെൻറ്റം, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ വേഗത നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. മെഷർ ചെയ്യാം, പക്ഷേ അത് തീർത്തും തെറ്റായിരിക്കും. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലും ശരിക്കും പറഞ്ഞാൽ വാക്യൂം സ്പേസ് എന്ന് പറയുന്ന ഒന്നില്ല. അവിടെ എല്ലാം ഫീൽഡുണ്ട്. ആ ഫീൽഡിലെല്ലാം വളരെ നേർത്ത ഫ്ലക്ച്വേഷൻസ് എങ്കിലും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വാക്യൂം ഫ്ലക്ച്വേഷൻസ് എന്നോ അല്ലെങ്കിൽ 0 പോയിൻറ്റ് ഫ്ലക്ച്വേഷൻസ് എന്നോ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം കഴിഞ്ഞ്, അതായത് 1948 ഒരു ഡച്ച് ഫിസിസിസ്റ്റായ ഹെൻറിക് കാസ്മീർ അദ്ദേഹം ഒരു പ്രഡിക്ഷൻ നടത്തി. 2 ചാർജ് ഇല്ലാത്ത മെറ്റൽ ഷീറ്റുകളെ പരസ്പരം വളരെ വളരെ അടുത്തേക്ക് കൊണ്ടുവരിക. വളരെ അടുത്തെത്തുമ്പോൾ അത് ഒരു ഫോഴ്സുമില്ലാതെ പരസ്പരം ഒട്ടിപ്പിടിക്കും. അതിൻ്റെ കാരണം ഗ്രാവിറ്റി അല്ല, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ല, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അന്നുവരെ ആരും പരിചയപ്പെട്ടിട്ടില്ലാത്ത പുതിയൊരു ഫോഴ്സ്. അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള അതേ ക്വാണ്ടം ഫ്ലക്ച്വേഷനാണ്. പക്ഷേ അന്നത് പ്രൂവൻ ആയിരുന്നില്ല, ആരും അത് തെളിയിച്ചില്ല. പക്ഷേ തെളിയിക്കാൻ പിന്നെ അധികം വർഷങ്ങളൊന്നും വേണ്ടി വന്നില്ല. ഗവേഷകർ കൃത്യമായിട്ട് അത് മെഷർ ചെയ്തു. അങ്ങനെ 2 മെറ്റൽ ഷീറ്റുകൾ, ചാർജില്ലാത്ത 2 മെറ്റൽ ഷീറ്റുകൾ പരസ്പരം കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടലിന് കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ക്വാണ്ടം ഫ്ലക്ച്വേഷനാണ്. ഇതിനെയാണ് കാസ്മീർ എഫക്റ്റ് എന്ന് പറയുന്നത്. വാക്യൂവുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റുണ്ട്. ശൂന്യതയിൽ, വാക്യൂത്തിൽ ഒരു പാർട്ടിക്കിളും ഒരു ആൻറ്റി പാർട്ടിക്കിളും ഉണ്ടായി വരുന്നു. അവ രണ്ടും പരസ്പരം കൂടിച്ചേരുന്നു. ഒരു അൻഹിലേഷൻ അല്ലെങ്കിൽ ഉന്മൂലനം നടക്കുന്നു. ആ ഉന്മൂലനത്തിലൂടെ അത് രണ്ടും ഇല്ലാതെയായി പകരം 2 ഫോട്ടോൺസ് ഉണ്ടാകുന്നു. ഗാമ റേസിലുള്ള അല്ലെങ്കിൽ ഗാമ റേസിൻ്റെ ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺസാണ് ഉണ്ടാകുന്നത്. പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല. ഇലക്ട്രോണിനെയും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളായിട്ടുള്ള പൊസിട്രോണിനെയും ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇലക്ട്രോണും പൊസിട്രോണും എന്താണെന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പൊസിട്രോൺ. ഇലക്ട്രോണിനെ പോലെ തന്നെയാണ് പൊസിട്രോൺ. അതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ പൊസിട്രോണിലുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, പൊസിട്രോണിൻ്റെ ചാർജ് പോസിറ്റീവുമാണ്. ഇത് രണ്ടും പാർട്ടിക്കിളല്ല. ഇത് രണ്ടും ഫീൽഡിലുണ്ടാകുന്ന ഒരു ചലനം മാത്രം, ഒരു ഡിസ്റ്റർബൻസ് മാത്രം. ആ 2 ഡിസ്റ്റർബൻസ് സഞ്ചരിച്ച് പരസ്പരം അടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ശരിക്കും ഒരു കൂട്ടിയിടിയോ ഒന്നുമല്ല സംഭവിക്കുന്നത്. അവിടെ നടക്കുന്നത് എനർജി എക്സ്ചേഞ്ചാണ്, മൊമെൻറ്റത്തിൻ്റെ എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ എക്സ്ചേഞ്ച് കാരണം അവിടെ ഫോട്ടോൺ ഉണ്ടാകും. പക്ഷേ ആദ്യമുണ്ടാകുന്ന ഫോട്ടോൺ ഫെയ്ൻമാൻ്റെ ഡയഗ്രം അനുസരിച്ച് അത് യഥാർത്ഥത്തിലുള്ളൊരു ഫോട്ടോൺ അല്ല. ഫോട്ടോൺ ഉണ്ട്, പക്ഷേ അതൊരു വിർച്വൽ ഫോട്ടോൺ മാത്രമാണ്. അതൊരു ഇൻ്റർമീഡിയറ്റ് ആണെന്ന് പറയാം. അത് ശരിക്കും ഫോട്ടോൺ ആയിട്ടില്ല, പക്ഷേ അത് പിന്നീട് ഫോട്ടോൺ ആയിട്ട് മാറും. ഇലക്ട്രോണിൻ്റെ ഫീൽഡിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആയിട്ട് മാറണം. അത് അങ്ങനെ മാറണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിരിക്കണം. ആ ഇൻ്റർമീഡിയറ്റ് ശരിക്കും
ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഡിസ്റ്റർബൻസുമല്ല, അതുപോലെ ഇലക്ട്രോണിൻ്റെ ഫീൽഡിലുള്ള ഡിസ്റ്റർബൻസുമല്ല. അത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണെന്ന് മാത്രം. അതിനെ നമുക്ക് ഒരിക്കലും ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കില്ല. അത് ഫൈൻമാൻ്റെ ഡയഗ്രത്തിൽ മാത്തമെറ്റിക്കലായിട്ട് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. അതായത് അത് ഫോട്ടോൺസ് ആയിട്ട് മാറും. ഇതിനെയാണ് ഇലക്ട്രോൺ പൊസിട്രോൺ അൻഹിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹിഗ്സ് ഫീൽഡിലേക്ക് വരാം. വീഡിയോയുടെ ഇടയിൽ എപ്പോഴോ ഞാൻ പറഞ്ഞു പോയതാണ് ഹിഗ്സ് ഫീൽഡിനെ കുറിച്ച്. അത് നിങ്ങൾ ശരിക്കും മറന്നുപോയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബേസിക്സ് പറയാം. ഹിഗ്സ് ഫീൽഡ് ഈ പറയപ്പെടുന്ന ഫീൽഡുകൾ പോലെ തന്നെയാണ്. പക്ഷേ ആ ഫീൽഡിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം ഹിഗ്സ് ഫീൽഡിനുണ്ട്. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലൂടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾ. അതിനെ നമ്മൾ മലയാളത്തിൽ ദൈവഗണമെന്ന് പറയും, ഇംഗ്ലീഷിൽ ഗാഡ്സ് പാർട്ടിക്കിൾ എന്ന് പറയും. ആ ദൈവഗണം അല്ലെങ്കിൽ ആ ഗാഡ്സ് പാർട്ടിക്കിൾ അതാണ് നമുക്കെല്ലാം മാസ് തരുന്നത്. അതായത് നമ്മുടെ എല്ലാം ഭാരത്തിന് കാരണം അവയാണ്. അവയും ഗ്രാവിറ്റിയും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും അത് ഭാരമായിട്ട് മാറുന്നത്. ഈ ഹിഗ്സ് ബോസോണിലെ ബോസോൺ എന്ന് പറയുന്നത് ക്വാണ്ടമാണ്. ക്വാണ്ടം എന്താണെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതൊരു യൂണിറ്റാണ്. ഉദാഹരണത്തിന് പ്രകാശം എടുത്തു കഴിഞ്ഞാൽ ആ പ്രകാശത്തിൻ്റെ ബേസിക് യൂണിറ്റ്, അതിൻ്റെ ക്വാണ്ടം എന്ന് പറയുന്നത് ഫോട്ടോണാണ്. അതുപോലെ തന്നെ ഹിഗ്സ് ഫീൽഡിലെ അതിൻ്റെ ക്വാണ്ടത്തിൻ്റെ പേരാണ് ബോസോൺ. അപ്പോൾ അത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് നമ്മൾ പറയുന്നതാണ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ഫീൽഡാണ് ആ ഫീൽഡിലുണ്ടാകുന്ന വേവ്. ആ വേവിൻ്റെ ക്വാണ്ടം, അതിൻ്റെ അളവാണ്, അതിൻ്റെ പാക്കറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ബോസോൺ എന്ന് പറയുന്നത്. മറ്റുള്ള ഫീൽഡുകൾക്കില്ലാത്ത ഒരു സവിശേഷത ഹിഗ്സ് ഫീൽഡിനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കാം. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വാല്യൂ ഉള്ളത്. അല്ലാത്തപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ ഹിഗ്സ് ഫീൽഡിൽ അവിടെ 0 വാല്യൂ ഇല്ല. എപ്പോഴും അവിടെ വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ കാരണമാണ് നമുക്ക് നമ്മുടെ ഭാരം 75 കിലോ ആയിട്ടോ അല്ലെങ്കിൽ 100 കിലോ ആയിട്ടോ ഒക്കെ പറയാൻ പറ്റുന്നത്. ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ ഭാരം 100 കിലോയ്ക്ക് മുകളിലാകാനുള്ള കാരണം അത് നിങ്ങളല്ല. ശരിക്കും അതിൻ്റെ കാരണക്കാരൻ, അതിൻ്റെ വില്ലൻ, അത് ഹിഗ്സ് ഫീൽഡാണ്. എങ്ങനെയാണ് ഈ ഹിഗ്സ് ഫീൽഡ് ഭാരത്തിന് അല്ലെങ്കിൽ മാസിന് കാരണമായി മാറുന്നത്? അത് മനസ്സിലാക്കാൻ ഈ ഫീൽഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഇലക്ട്രോൺ ഈ ഫീൽഡിലേക്ക് വരുന്നു. ഫീൽഡിലേക്ക് വരുന്നിടം വരെ അതിൻ്റെ വേഗത വളരെ കൂടുതലാണെന്ന് കരുതുക. ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ വേഗത കൂടുതൽ തന്നെ ആയിരിക്കും. എന്നാൽ അത് ഹിഗ്സ് ഫീൽഡിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വേഗത കുറയും. അവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട്. ആ തടസ്സം കാരണം ഇലക്ട്രോൺസിൻ്റെ വേഗത കുറയും. ഇലക്ട്രോൺസിൻ്റെ വേഗത കുറയുമെന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺസ് കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള സകല ആറ്റങ്ങളുടെയും ആ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സകല വസ്തുക്കളുടെയും ഒരു സ്പേസ് ഷിപ്പിൻ്റെയും ഒക്കെ വേഗത കുറയും. അത് കാരണമാണ് നമുക്ക് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കാതെ പോകുന്നത്. ആ തടസ്സത്തിന് കാരണം ഹിഗ്സ് ഫീൽഡാണ്. ഹിഗ്സ് ഫീൽഡുമായിട്ട് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് കാരണമാണ് വേഗത കുറയുന്നത്. ആ ഇൻട്രാക്ഷൻ കാരണം, ആ ഒരു തടസ്സം കാരണം, ആ റെസിസ്റ്റൻസ് കാരണം അനുഭവപ്പെടുന്നതാണ് മാസ് അല്ലെങ്കിൽ ഭാരം. പക്ഷേ ഹിഗ്സ് ഫീൽഡുമായിട്ട് എല്ലാ പദാർത്ഥങ്ങളും ഇൻട്രാക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യാത്ത പദാർത്ഥമാണ് ഫോട്ടോൺ, പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം. ആ ഫോട്ടോൺസിന് ഹിഗ്സ് ഫീൽഡ് ഒരു തടസ്സമേ അല്ല, അവിടെ ഒരു റെസിസ്റ്റൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന പരമാവധി വേഗതയിൽ തന്നെ എല്ലാ ഫോട്ടോൺസിനും സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവയുടെ വേഗത ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആയിട്ട് മാറിയത്. അത് ശരിക്കും പ്രകാശത്തിൻ്റെ വേഗതയല്ല, അതാണ് സ്പീഡ് ലിമിറ്റ്. ഈ പ്രപഞ്ചത്തിലൂടെ അതിനും വേഗതയിൽ ഒന്നിന് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല. ഫോട്ടോൺസ് ആ പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഹിഗ്സ് ഫീൽഡ് അതിനൊരു തടസ്സമേ അല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോൺസിന് ഭാരവുമില്ല. ഹിഗ്സ് ഫീൽഡിന് ഈ പ്രപഞ്ചത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുണ്ട്. ഹിഗ്സ് ഫീൽഡ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഹിഗ്സ് ഫീൽഡ് ഇല്ലെങ്കിൽ ഇവിടെയുള്ള സകല പദാർത്ഥങ്ങളും, സകല ഇലക്ട്രോണുകളും, സകല പ്രോട്ടോണുകളും, സകല ന്യൂട്രോണുകളും
പ്രകാശത്തിൻ്റെ അത്രയും തന്നെ വേഗതയിൽ സഞ്ചരിച്ചേനെ. അത്രയും വേഗതയിൽ ഈ പദാർത്ഥങ്ങളൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ഒരിക്കലും ആറ്റമായിട്ട് മാറാൻ കഴിയില്ല. ആറ്റം ഉണ്ടായില്ലെങ്കിലോ? ആറ്റം ഉണ്ടായില്ലെങ്കിൽ ഞാനില്ല, നിങ്ങളില്ല, ഇവിടെ കാണുന്ന ഒരു വസ്തുക്കളുമില്ല. ഈ പ്രപഞ്ചം പോലും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇവിടെയുള്ള പ്രപഞ്ചമെന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന, അതായത് മാക്സിമം സ്പീഡ് ലിമിറ്റിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ മാത്രമായേനെ. അതായത് ഈ പ്രപഞ്ചം ഇങ്ങനെയാകാനുള്ള കാരണം അത് ഹിഗ്സ് ഫീൽഡാണ്, അല്ലെങ്കിൽ ഹിഗ്സ് ബോസോണാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഇതിനെ ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവഗണമെന്നൊക്കെ പറയുന്നത്. കാരണം ഈ ഫീൽഡില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനല്ല. ഇവിടെ ഒരു ജീവനും സാധ്യമാകില്ല. ഒരു ജീവനെന്ന് മാത്രമല്ല, ഒരു വസ്തുവും ഇവിടെ ഉണ്ടാകില്ല, ഒരു ആറ്റവും ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇവിടെ കാണുന്നത് സകലതും ഫീൽഡുകൾ മാത്രമാണെങ്കിൽ, ആ ഫീൽഡിലുള്ള ചെറിയ തരംഗങ്ങൾ മാത്രമാണെങ്കിൽ, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു വസ്തുവിനെ തൊടാൻ പറ്റുന്നത്? തൊടുമ്പോൾ നമുക്കറിയാം അതൊരു ഖരരൂപത്തിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ളതാണെന്ന്. ഒരു പന്തിനെ തൊട്ടാൽ നമുക്ക് അതിൻ്റെ ആ മിനുസം അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ തൊടുമ്പോൾ ആ സോഫ്റ്റ്നെസ് നമുക്കറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ തൊടുന്നുണ്ടോ? ഇവിടെ പാർട്ടിക്കിൾ ഇല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഒരു പാർട്ടിക്കിളിനെ തൊടാൻ പറ്റുന്നത്? വാസ്തവത്തിൽ നിങ്ങൾ ഒരു പാർട്ടിക്കിളിനെയും തൊടുന്നില്ല. നിങ്ങൾ ജനിച്ചു വീണ അന്നു മുതൽ ഇന്നു വരെ, മരിക്കുന്നിടം വരെ ഒരിക്കലും നിങ്ങളൊരു പാർട്ടിക്കിളിനെയും തൊടുന്നില്ല. ഒരു പാർട്ടിക്കിളായിട്ടും നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ തൊടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിലെല്ലാം കോടാനുകോടി ഇലക്ട്രോണുകളുണ്ട്. നിങ്ങൾ തൊടാൻ പോകുന്ന വസ്തുവിലുമുണ്ട്, ആ പന്തിലുണ്ട്, ടേബിളിലുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ശരീരത്തിലുണ്ട്. ആ സുഹൃത്തിനെ തൊടുമ്പോൾ ശരിക്കും നിങ്ങൾ ആ സുഹൃത്തിനെ തൊടുന്നില്ല. നിങ്ങളുടെ ശരീരത്തിലും ആ സുഹൃത്തിൻ്റെ ശരീരത്തിലുമുള്ള ഇലക്ട്രോൺസ് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ഫീൽഡ്, ഒരു ഡിസ്റ്റർബൻസ് മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. ആ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് തന്നെ ഫീൽഡാണ്. ആ രണ്ട് ഫീൽഡുകൾ പരസ്പരം കൂട്ടിമുട്ടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ച് നിങ്ങൾ +2 ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു വസ്തുവിൽ തൊടുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസും നമ്മുടെ ദേഹത്തുള്ള ഇലക്ട്രോൺസും ഒരു ഫീൽഡിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ സാധിക്കാൻ പാടില്ല. അങ്ങനെ സാധിക്കാതിരിക്കാനായി അവിടെ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വസ്തുവിലും നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന, ഒരു സോളിഡ് വസ്തുവിൽ തൊട്ടു എന്ന് അനുഭവപ്പെടുന്ന ആ ഫീലിംഗ് ആ സോളിഡ് വസ്തുവിൽ തൊടുന്നത് കൊണ്ടല്ല. അങ്ങനെ ഒരു സോളിഡ് വസ്തുവേ ഇല്ല ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ. അവിടെയുള്ളത് ഫീൽഡ് മാത്രമാണ്. ആ ഇലക്ട്രോണുകൾ പരസ്പരം ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സ് നിങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് മാത്രം. ഇതിൻ്റെ പേരിൽ നാളെ ആരും ഒരു സ്ത്രീയുടെ ദേഹത്ത് കയറി പിടിക്കരുത്. എന്നിട്ട് പറയരുത്, ബ്രൈറ്റ് കേരളയിൽ പറഞ്ഞു ഞാനൊരു സ്ത്രീയെയും തൊട്ടിട്ടില്ല. അവിടെ ശരിക്കും സംഭവിച്ചത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് മാത്രമാണെന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരിക്കലും ബ്രൈറ്റ് കേരളയിൽ ഉത്തരവാദിയായിരിക്കത്തില്ല. ഒരു വ്യക്തിയുടെ ഫീൽഡിലേക്ക് കടക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫീൽഡിലേക്ക് കടക്കാൻ പറ്റൂ. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നില്ലേ? നിങ്ങളുടെ ഫോൺ കാണുന്നില്ലേ? നിങ്ങളുടെ കൈ കാണുന്നില്ലേ? ഈ പ്രപഞ്ചവും ഇവിടെയുള്ള ചുറ്റുപാടും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ആ കാഴ്ച പോലും ഫീൽഡാണ്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്. നിങ്ങളുടെ കണ്ണിലേക്ക് പ്രകാശം വരുന്നു. ആ പ്രകാശം എന്ന് പറയുന്നത് അത് ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലുള്ള തരംഗമാണ്. ആ തരംഗം നിങ്ങളുടെ കണ്ണിൽ വരുന്നു. കണ്ണിലെ നിങ്ങളുടെ റെറ്റിനയിൽ വന്ന് പതിക്കുന്നു. എന്താണ് റെറ്റിന? റെറ്റിന എന്ന് പറയുന്നത് മോളിക്യൂൾസാണ്. എന്താണ് മോളിക്യൂൾസ്? അത് ആറ്റങ്ങൾ കൂടിച്ചേർന്നതാണ്. എന്താണ് ആറ്റം? അത് ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ കൂടിച്ചേർന്നതാണ്. എന്താണ് ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ? അത് ക്വാർക്ക് ഫീൽഡും ഇലക്ട്രോൺ ഫീൽഡുമാണ്. അങ്ങനെ കുറേയധികം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇലക്ട്രോണുകളുടെയും ക്വാർക്കുകളുടെയും ഫീൽഡുകളുടെ ഒരു കോമ്പിനേഷനാണ് നിങ്ങളുടെ റെറ്റിന. ആ ഫീൽഡിലേക്കാണ് ഈ പ്രകാശത്തിൻ്റെ തരംഗം, അതിൻ്റെ വേവ് വന്ന് പതിക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ട് തരംഗവും പരസ്പരം കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് തരംഗമുണ്ടാകും. ഇലക്ട്രിക്കും തരംഗമാണ്, അതൊരു വസ്തുവല്ല. ആ ഇലക്ട്രിക് തരംഗം ന്യൂറോൺസിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ബ്രെയിനിലെത്തും. ബ്രെയിനിൽ വെച്ച് അത് പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ വസ്തുവിനെയും കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്.
ഈ വീഡിയോ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ജനിച്ചു വീണ അന്നു മുതൽ, ആദ്യത്തെ ശ്വാസമെടുത്ത അന്നു മുതൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ എക്സൈറ്റേഷൻസും എല്ലാ ഫീലിങ്സും അത് ക്വാണ്ടം ഫീൽഡിലുണ്ടാകുന്ന തരംഗങ്ങൾ മാത്രമായിരുന്നു. അല്ലാതൊന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതായത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾസും ഇല്ലാത്ത ഒരു ലോകമാണ്. ആ ലോകത്തിൽ ആകെയുള്ളത് തരംഗങ്ങൾ മാത്രം. നിങ്ങളിൽ കുറേയധികം പേരെങ്കിലും പറയും ഇതൊക്കെ റിച്ചാർഡ് ഫെയ്ൻമാൻ്റെ വെറും തോന്നലുകൾ മാത്രമാണ്, ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അത് വെറും ഹൈപ്പോത്തിസിസ് മാത്രമെന്നായിരിക്കും നിങ്ങൾ പറയുക. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, സയൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം കൃത്യതയോടുകൂടി മെഷർ ചെയ്തിട്ടുള്ള മറ്റൊന്നുമില്ല. അതായത് സയൻസിൽ തന്നെ ഏറ്റവും കൃത്യതയുള്ള ഒന്നാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ഇവിടുത്തെ കൃത്യത എന്ന് പറയുന്നത്, പ്രിസിഷൻ എന്ന് പറയുന്നത് 12 ഡെസിമൽ പോയിൻ്റാണ്. ഡെസിമൽ പോയിൻറ്റിന് മുമ്പൊരു സംഖ്യയുണ്ട്, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 12 അക്കങ്ങൾ കൂടി ചേരുന്നതാണ് ക്വാണ്ടം ഫീൽഡ് തിയറിയിലെ വാല്യൂസ്. അത്രയും പ്രിസൈസായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ശാസ്ത്ര വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.